Hi, my dear students. Welcome to Mathematics online classes. അപ്പോൾ നമ്മൾ 6th chapter coordinates അഥവാ സൂചക സംഖ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലും അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ മാർക്ക് ചെയ്യാം, എക്സ് ആക്സും വൈ ആക്സും വരച്ച് മാർക്ക് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. ചിലപ്പോൾ ഒരു 3-4 മാർക്കിന് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. മാർക്ക് ദീസ് പോയിന്റ് ഓൺ നമ്പർ ലൈൻ ഓൺ എക്സ് വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ. ആ വേർഡുകളൊക്കെ ഉണ്ട്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയാറുണ്ട്, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നൊക്കെ വിളിക്കും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എക്സ് വൈ പ്ലെയിൻ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോ അറിയാം. അത് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാൻ ഡിസ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കോർഡിനേറ്റ് എഴുതാം. ഓരോ ക്വാഡ്രന്റിലെ കേസ് പഠിച്ചു, അതുപോലെ ആക്സിസിലെ കേസും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 134 ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 134 എടുക്കുക. എല്ലാ ടെക്സ്റ്റ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം പേജ് നമ്പർ 134 എടുക്കുക. അതിന്റെ അകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതൊരു എന്താണ്, ഫൈൻഡ് ദി ഫോളോയിങ് എന്നേ പറഞ്ഞോളൂ. തിയറി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ഫോളോയിങ്. അതില് ആദ്യത്തെ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അതില് 5 പാർട്ടാണുള്ളത്. അതില് ആദ്യത്തെ 3 പാർട്ട് ആൻസർ പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻ അത് പഠിച്ചിട്ടില്ല. അത് നമുക്ക് ഈ പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് അതിലോട്ട് കയറാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഫോളോയിങ്ങില് ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് അക്ഷത്തിലെ ഒരു ബിന്ദുവിന്റെ വൈ സൂചക സംഖ്യ. എക്സ് അക്ഷത്തിലാണ് ബിന്ദുവെങ്കിൽ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആൻസർ 0. അടുത്തത് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള വൈ അക്ഷത്തിലെ ഒരു ബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ എന്താണ്? 0. എക്സ് ആക്സിസിലാണെങ്കിൽ y 0, y ആക്സിസിലാണെങ്കിലോ x 0. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യന്റെ ആൻസർ 0. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദി കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ. ഒറിജിന്റെ കോർഡിനേറ്റ് എന്താ? 0 0. ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ്? 0 0. ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അവിടെ ഇട്ടേക്കുക. കാര്യം പാരലൽ ലൈൻസിന്റെ കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് അടുത്ത ഹെഡിങ്ങിലാണ് നമ്മൾ അത് പഠിക്കാൻ പോകുന്നത്. റെക്ടാംഗിൾ എന്ന് പറയുന്ന ഹെഡിങ് വരുന്നുണ്ട്. അതില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എഴുതുക, ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ അതിന്റെ താഴെയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 135 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പേജ് നമ്പർ 130 2 എന്ന നമ്പർ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ? ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് other 3 vertices of the rectangle below. അപ്പൊ ചുവടെ ഒരു ചതുരം തന്നിട്ടുണ്ട്, അതിൽ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചുകൊണ്ട് ബാക്കി 3 പോയിന്റുകളുടെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ആദ്യം ഞാൻ ഫിഗർ ഒന്ന് വരച്ചിടാം. ഫിഗർ ഇതാണ്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് എന്ത് ചെയ്യാണ്? ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. ആ റെക്ടാംഗിളിൽ ഈ പോയിന്റ് ഉണ്ടോ? അതിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 4 3. ആ ഒരു പോയിന്റ് കോർഡിനേറ്റ് എത്രയും തന്നിരിക്കുന്നു? 4 3. ഇത് വെച്ചുകൊണ്ട് ബാക്കി 3 കോർഡിനേറ്റ്സിന്റെ ഒരു കോർഡിനേറ്റ് 3 വെർട്ടിസസിന്റെ കോർഡിനേറ്റ് 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ഒന്ന് ഒറിജിൻ ആണ്, അത് O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പോയിന്റ് A എന്ന് മാർക്ക് ചെയ്തു. ഇത് മൂന്നാമത്തെ പോയിന്റ് തന്നിരിക്കുന്നത് B എന്ന് മാർക്ക് ചെയ്തു. ഇത് ലാസ്റ്റ് പോയിന്റ് C എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? B യുടെ കോർഡിനേറ്റ് ഉണ്ട്, O A C. ഈ 3 പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഈ 3 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
ക്വസ്റ്റ്യൻ എഴുതുക, ഈ പടം വരയ്ക്കുക, എന്നിട്ട് അതിന്റെ താഴെ ആൻസർ എഴുതണം. എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഏതിന്റെ കോർഡിനേറ്റ് എടുക്കാം? ഒറിജിന്റെ കോർഡിനേറ്റ് എടുക്കാം. കോർഡിനേറ്റ് ഓഫ് O എന്താ? കോഓർഡിനേറ്റ് ഓഫ് O എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ കോർഡിനേറ്റ് എന്തുവാ? 0 0. കോർഡിനേറ്റ് ഓഫ് O എന്താണ്? 0 0. മലയാളം മീഡിയം എഴുതണം ഓയുടെ സൂചക സംഖ്യകൾ, അല്ലെങ്കിൽ ഓയുടെ സൂചക സംഖ്യ സമം 0 0. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓയുടെ കോർഡിനേറ്റ് കിട്ടി അല്ലെ? ഒറിജിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം 0 0 ആണ്. അത് വെച്ചുകൊണ്ട് ഞാൻ കോർഡിനേറ്റ് ഓഫ് O, ഒറിജിന്റെ സൂചക സംഖ്യകൾ, ഓയുടെ സൂചക സംഖ്യകൾ 0 0 എന്ന് എഴുതി. ഇനി എനിക്ക് എയും സിയും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കുക. എയും സിയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് ബിയുടെ കോർഡിനേറ്റ് എന്നേക്കുന്നുണ്ടോ? അത് വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് എഴുതണം. ബിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാ? 4 അല്ലെ? ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. ഇത് ഏത് കോർഡിനേറ്റ് ആണ്? വൈ കോർഡിനേറ്റ് ആണ്. നമ്മൾ ബേസിക് കൺസെപ്റ്റ് എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? എക്സ് കോർഡിനേറ്റ് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്? വൈ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോ ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 4. ശരിയാണോ? എക്സ് കോർഡിനേറ്റ് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്? വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് 4 ആണ്. അപ്പോ ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 4. ഈ ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ ഇത് റെക്ടാംഗിൾ ആയ സ്ഥിതിക്ക് OAയും എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് മനസ്സിലാക്കി എടുത്താൽ മതി. അടുത്തത് y കോർഡിനേറ്റ് എത്രയാ? 3. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്? x ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോ ബിയിൽ നിന്ന് ബി കിടക്കുന്നുണ്ടോ? ആ ഡിസ്റ്റൻസ് ആണ് 3. ഈ ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 3 ആയിരിക്കും. ഇപ്പൊ ബേസിക് കൺസെപ്റ്റ് x കോർഡിനേറ്റ് y ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതുകൊണ്ട് ഇത് 4. y കോർഡിനേറ്റ് x ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ്, അപ്പൊ ഇത് 3. ഓക്കെ, ഇനി എനിക്ക് എയുടെ കോർഡിനേറ്റ് വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് x ആക്സിസിൽ ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് x ആക്സിസിൽ അല്ലേ? അപ്പൊ y എന്താണ്? 0 ആണ്. ഇനി x കോർഡിനേറ്റ് വേണ്ടേ? ഏത് ആക്സിസ് ആണ്? പോസിറ്റീവ് x ആക്സിസ് ആണ്. അപ്പോ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്താൽ പോരെ? ഒറിജിൻ തൊട്ട് a വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 4. അത് എന്തായിട്ട് എടുക്കുക? x കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക. y കോർഡിനേറ്റ് എന്താണ്? 0. എവിടെ ആയതുകൊണ്ടാ? x ആക്സിസ്. അപ്പൊ അതിന്റെ താഴോട്ട് നമുക്ക് എഴുതാം കോഓർഡിനേറ്റ് ഓഫ് a എന്തെന്ന് വരും? 4 0. ഇതുപോലെ സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചൂടെ? സി എവിടെ കിടക്കുന്നു? y ആക്സിസിൽ കിടക്കുന്നു. അപ്പൊ x കോർഡിനേറ്റ് 0 അല്ലെ? സി എവിടെയാണ് കിടക്കുന്നത്? y ആക്സിസിലാണ്. അപ്പൊ x കോർഡിനേറ്റ് എന്തായി? 0. ഇനി y കോർഡിനേറ്റ് വേണ്ടേ? ഏത് y ആക്സിസിലാണ്? പോസിറ്റീവ് y ആക്സിസിലാണ്. അപ്പൊ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3. അതെന്തായിട്ട് എഴുതുക? y കോർഡിനേറ്റ് ആയിട്ട് എഴുതുക. അപ്പൊ സിയുടെ കോർഡിനേറ്റ് ഓഫ് സി എന്താ കിട്ടി? 0 3. ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇത് 4 3 ആണെങ്കിൽ ഇത് 4, ഇത് 3. ഇത് 3 ആകുമ്പോ ഇത് 3. ഇത് 4 ആകുമ്പോഴോ ഇത് 4. ഇത് x ആക്സിസിലാണ്. y 0 ഡിസ്റ്റൻസ് എടുത്താൽ x കോർഡിനേറ്റ്. ഇത് y ആക്സിസിലാണ്. x 0 ഡിസ്റ്റൻസ് എടുത്താൽ y കോർഡിനേറ്റ്. ഇത് നെഗറ്റീവ് വൈയിലോ നെഗറ്റീവ് എക്സിലോ ആകുമ്പോ ഡിസ്റ്റൻസിന് എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് അറിയാവുന്ന ഒരു കുട്ടി പുഷ്പം പോലെ ചെയ്തിട്ട് പോകും. ഇല്ല കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. പേജ് നമ്പർ 135-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതണം, ആ ഫിഗർ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യാവുള്ളൂ? ഇതിന്റെ ആൻസർ നിങ്ങൾ കേൾക്കാവുള്ളൂ. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദി റെക്ടാംഗിൾ ഷോൺ ബിലോ the sides are parallel to the axis and the origin is the midpoint. അപ്പോൾ താഴെ ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ് എന്തിന് സമാന്തരമാണ്? അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ആധാരബിന്ദു എന്താണ്? ആ ചതുരത്തിന്റെ മധ്യബിന്ദുവാണ്. ഫിഗർ അതുപോലെ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് പറയാണ് വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് അതർ 3 വെർട്ടിസസ്.
വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് അതർ 3 vertices? അടുത്ത 3 വെർട്ടിസസിന്റെ മൂലകളുടെ എന്ത് കണ്ടുപിടിക്കുക? സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഫിഗറിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. എന്താ ഫിഗർ തന്നിരിക്കുന്നത്? എക്സ് ആക്സിസ്, then y ആക്സിസ്. ഓക്കെ, അതിന്റെ അകത്ത് എന്ത് വരച്ചിരിക്കുന്നു? ഒരു റെക്ടാംഗിൾ വരച്ചിരിക്കുന്നു. ഈ വരച്ചിരിക്കുന്ന റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താ? ഇതെന്താണ്? സെന്റർ ആണ്. സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ ലെങ്തും സെയിം ആണ്. ഈ ലെങ്തും എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് പേര് കൊടുക്കാം. പ്രത്യേകിച്ച് പേരൊന്നും തന്നിട്ടില്ല. സോ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇതില് സിയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 3 2. ഈ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 2. ഇത് വെച്ചുകൊണ്ട് എയുടെയും ബിയുടെയും ഡിയുടെയും എന്ത് കണ്ടുപിടിക്കുക? കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട്, ഈ ഒരു കോർഡിനേറ്റ് വെച്ചുകൊണ്ട്, സിയുടെ കോർഡിനേറ്റ് വെച്ചുകൊണ്ട് ബി കണ്ടുപിടിക്കണം, എ കണ്ടുപിടിക്കണം, ഡിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഇത്രേ ഉള്ളൂ. ഒരു കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്? വൈ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. വൈ കോർഡിനേറ്റ് എക്സ് ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ? ഇതല്ലേ വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി 2 എന്ന് പറയുന്നത് എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇത് 3, ഇത് എത്ര? 2. ഈ രണ്ട് അളവ് എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി ഈ മെഷർമെന്റ് ഇത് 2 ആണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? 2 ആയിരിക്കും. ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇത് 4 ചെറിയ റെക്ടാംഗിൾ ആയിരിക്കും. വലിയ റെക്ടാംഗിൾ ഇപ്പൊ 4 പാർട്ടായിട്ട് കിടക്കുന്നുണ്ടോ? അതെല്ലാം എന്താണ്? ചെറിയ ചെറിയ ചതുരങ്ങളാണ്, റെക്ടാംഗിൾ ആണ്. അപ്പൊ ഇത് 2 ആകുമ്പോ ഇത് എത്രയാകും? 2. അതുപോലെ ഇതും എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇത് മിഡ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സെന്റർ. അങ്ങനെയാണെങ്കിൽ ഇത് 2 ആകുമ്പോ ഇത് എത്ര വരും? 2. ഇത് 2 ആകുമ്പോ ഇത് 2. അതുപോലെ ഇതും എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഈ ഒരൊറ്റ മെഷർമെന്റ് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാം എഴുതി. ഇതുപോലെ ഇത് 3 ആകുമ്പോ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 3. ഇനി ഇത് 3 ആകുമ്പോ ഇത് 3 ആവണ്ടേ? മിഡ് പോയിന്റ് അല്ലേ? അപ്പൊ ഇത് 3. ഇത് 3 ആണെങ്കിൽ ഇതും 3. അതുപോലെ ഇതും എന്തായിരിക്കും? 3 ആയിരിക്കും. തന്നിരിക്കുന്ന അളവ്, രണ്ട് അളവ് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് അളവുകൾ എഴുതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻ ആയതുകൊണ്ടാണ്. ഒന്ന് എക്സ് ആക്സിന് പാരലൽ, രണ്ട് ഇതെന്താണ്? മിഡ് പോയിന്റ് ആണ്. അത് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് പോയിന്റ് എഴുതി. ഇനി നമുക്ക് എന്ത് നോക്കാം? എയുടെയും ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ് എഴുതി നോക്കാം. ആദ്യം ഏത് നോക്കാം? എ. എയുടെ കോർഡിനേറ്റ് വേണം. അപ്പൊ എക്സ് കോർഡിനേറ്റ് വേണം, വൈ കോർഡിനേറ്റ് വേണം. എക്സ് കോർഡിനേറ്റ് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം? വൈയിലോട്ട്. എയിൽ നിന്ന് വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ് 3. വൈ കോർഡിനേറ്റ് വേണം. എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2. അപ്പൊ 3ഉം 2. ഇനി ക്വാഡ്രന്റ് നോക്കണം. എ ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. ശരിയല്ലേ? ഏത് പറഞ്ഞ ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തേർഡ് ക്വാഡ്രന്റിൽ എക്സും വൈയും എന്താണ്? നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് 3 അല്ലേ വന്നേ? ഇവിടെ എന്തെടുക്കണം? -3. വൈ 2 അല്ലേ വന്നത്? എന്തെടുക്കണം? -2. അപ്പൊ എയുടെ കോർഡിനേറ്റ് എന്ത് കിട്ടി? -3 -2. ഇതുപോലെ ബിയുടെ കേസ് നോക്കി. ബിയുടെ എക്സ് കോർഡിനേറ്റ് ഏതാ? വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ്. വൈ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ എടുക്കാം? എക്സ് ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് 2. ഏത് ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. അപ്പൊ എക്സ് ആയിട്ട് നമുക്ക് 3 അല്ലേ കിട്ടിയത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 അതുപോലെ എഴുതാം. എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് 3 എഴുതാം. വൈ നെഗറ്റീവ് അല്ലേ? വൈ 2 അല്ലായിരുന്നോ? അപ്പൊ എന്ത് കൊടുക്കുക? -2 എന്ന് കൊടുക്കുക. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് എന്താ? 3 -2. ഇതുപോലെ ഡി എന്ന് കണ്ടുപിടിച്ച് നോക്കി. ഡി, അപ്പൊ ഞാൻ ബ്രാക്കറ്റ് ഇട്ടു, ഒരു കോമ ഇട്ട് വെച്ചിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ് വേണം. എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക? വൈയിലോട്ട്. വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3. ഇനി ഏത് വേണം? വൈ കോർഡിനേറ്റ് വേണം. എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക? എക്സിലോട്ട്. എത്രയാ? 2.
അപ്പോ വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ് 3, എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് 2. വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഏത് കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ്. എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് ഏത് കോർഡിനേറ്റ്? വൈ കോർഡിനേറ്റ്. ഇനി ഏത് ക്വാഡ്രന്റ് ആണ് ഇത്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. അപ്പൊ 3 -3 2 അതുപോലെ എടുക്കുക. അപ്പൊ കോർഡിനേറ്റ് ആയിട്ട് എന്ത് കിട്ടി? -3 2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ക്വാഡ്രന്റ് കൺസെപ്റ്റ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായി പഠിച്ച തിയറി മൊത്തവും സെറ്റ് ആയിട്ടുണ്ട്. ആ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞ തിയറി പോർഷൻസ് ഫുള്ള് കവർ ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഏകദേശം 3/4 ഭാഗത്തോളം ഓക്കെ. വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പം ക്വാഡ്രന്റ് നോക്കണം. എക്സ് ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക, വൈ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസോ എക്സ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4th ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് നോക്കി. The triangle shown below is equilateral. താഴെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഫിഗർ വരയ്ക്കുക. Find the coordinate of its vertices. ആ കൊടുത്തിരിക്കുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കുക? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫിഗർ ഒന്ന് വരയ്ക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിക്കോണേ. എക്സ് ആക്സിസ്, ഒറിജിൻ, വൈ ആക്സിസ്. എന്ത് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ എടുത്തുള്ളൂ. പോസിറ്റീവ് എക്സ് ആക്സിസും പോസിറ്റീവ് വൈ ആക്സിസും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരച്ചിരിക്കുന്നത്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ? 4. ഇത് 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. വെർട്ടിസസിന്റെ കോർഡിനേറ്റ്, മൂലകളുടെ സൂചക സംഖ്യകൾ. ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് ഒറിജിൻ ആണ്. ഇത് 2ാമത്തെ വെർട്ടെക്സ് എ, ഇത് 3ാമത്തെ വെർട്ടെക്സ് എന്തെന്ന് കൊടുക്കുന്നു? ബി. അപ്പൊ എനിക്ക് ഓയുടെ കോർഡിനേറ്റ് വേണം, എയുടെ കോർഡിനേറ്റ് വേണം, ബിയുടെ കോർഡിനേറ്റ് വേണം. ഒറിജിന്റെ കോർഡിനേറ്റ് എന്തുവാ? 0 0. ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ്? 0 0. ഇനി എയുടെ കോർഡിനേറ്റ് വേണം. എങ്ങനെ കണ്ടുപിടിക്കാം എയുടെ കോർഡിനേറ്റ്? എവിടെയാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിലല്ലേ. എക്സ് ആക്സിസ് ആകുമ്പോ എന്താ പ്രത്യേകത? വൈ കോർഡിനേറ്റ് 0. എക്സ് ആക്സിസ് ആകുമ്പോ എന്ത് 0 ആണ്? വൈ കോർഡിനേറ്റ് 0 ആണ്. ഇനി എക്സ് കോർഡിനേറ്റ് വേണ്ടേ? പോസിറ്റീവ് എക്സ് ആക്സിസിലല്ലേ. ഡിസ്റ്റൻസ് എത്രയാണ്? ഒറിജിൻ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 4. അങ്ങനെയെങ്കിൽ എക്സ് കോർഡിനേറ്റ് നമുക്ക് 4 എന്ന് എടുക്കാം, വൈ കോർഡിനേറ്റ് എന്തെന്ന് എടുക്കാം? 0. എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് എന്താണ്? 0. അപ്പൊ 4 0 എന്ന്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ബിയുടെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് വേണമെങ്കിൽ എങ്ങോട്ട് വരയ്ക്കണം? പറഞ്ഞേ. എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ വൈ ആക്സിസിലോട്ട് വരയ്ക്കണം. അപ്പൊ ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിലോ എക്സ് ആക്സിസിലോട്ട് വരയ്ക്കുക. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ ആംഗിളും 90 ആണ്. നേരെ താഴോട്ട് വരച്ചു. ഇത് ഏത് കോർഡിനേറ്റ്? വൈ കോർഡിനേറ്റ്. അപ്പൊ ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്തും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്തുമാണ്. ഈ 2 ലെങ്ത് നമുക്ക് അറിയാമോ? ഇല്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 2 ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഈ ലെങ്ത് എക്സ് ആണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? എക്സ് ആയിരിക്കില്ലേ. ഇത് എക്സ് ആയിരിക്കും. ഈ ലെങ്ത് എക്സ് ആകുമ്പോ ഈ ലെങ്ത് എന്താവും? എക്സ് ആവും. ഇനി എന്താ ഒ എ ബിയുടെ പ്രത്യേകത? പറഞ്ഞേ. ഒ എ ബിയുടെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ഒ എ ബിയുടെ പ്രത്യേകത ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതൊരു സമഭുജ ത്രികോണമാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഇത് 3ാമത്തെ വെർട്ടെക്സ് അല്ലേ, 3rd വെർട്ടെക്സ് അല്ലെ, 3ാമത്തെ മൂലയല്ലേ. അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ വരച്ചിരിക്കുന്നത്. അത് ഒ എ എന്ന ലൈനെ ബൈസെക്ട് ചെയ്യുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്തിട്ടില്ലേ? ഇത് ഒ എയുടെ മിഡ് പോയിന്റ് ആയിരിക്കും.
അതെന്തായിരിക്കും? OAയുടെ മിഡ് പോയിന്റ്. വേണമെങ്കിൽ അതിന് ഞാൻ ഒരു പേര് കൊടുക്കാം. എന്താ? ഈ പോയിന്റ് ഞാൻ C എന്ന് കൊടുക്കുന്നു. അപ്പൊ C എന്ന് പറയുന്നത് എന്താണ്? OAയുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ OC എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? OC ഈക്വൽ ടു OA ബൈ 2. OAയുടെ പകുതി. OA എത്രയാ? 4. 4ന്റെ പകുതി എത്രയാടാ? 2. അപ്പൊ ഈ ലെങ്ത് എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇത് 2 ആണെങ്കിൽ ഈ ലെങ്തും എന്താ? 2. അപ്പൊ x കോർഡിനേറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി. x കോർഡിനേറ്റ് എത്രയാണ്? 2. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് എത്രയെന്ന് കിട്ടി? 2. അപ്പൊ ഇത് 2 ആയതുകൊണ്ട് ഇത് 2 ആയി. ഇനി OB എത്രയാടാ? OA 4 ആണ്. OB അപ്പൊ എത്ര ആയിരിക്കും? 4. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? സാമൂഹ്യ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ ഈ വശം 4 ആണെങ്കിൽ ഈ വശവും എത്ര തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ട്രയാങ്കിൾ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന ട്രയാങ്കിൾ OCB ഒന്ന് നോക്കിയേ. എന്താ പ്രത്യേകത OCBയുടേത്? OCB ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? അത് പൈതഗോറസ് തിയറം ഒബേ ചെയ്യില്ലേ? ബേസ് എന്താ? x, ഓൾട്ടിറ്റ്യൂഡ് എന്താ? y, ഹൈപ്പോട്ടനസ് എത്രയാ? 4. അപ്പൊ നമുക്കറിയാം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ശരിയല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ബേസ് എത്രയാണ്? എത്ര കിട്ടിയത്? 2. അപ്പൊ 2 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. അങ്ങനെ y സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും? y സ്ക്വയറിന്റെ വാല്യൂ 4ന്റെ സ്ക്വയർ 16, 2 സ്ക്വയർ 4, അപ്പുറത്ത് പോകുമ്പോൾ -4. അങ്ങനെ y യുടെ വാല്യൂ y സ്ക്വയറിന്റെ വാല്യൂ 12. y യുടെ വാല്യൂ എത്രയാ? √12. √12 നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാ? 4 3 12 അല്ലേ? √12 എന്ന് പറയുമ്പോ നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? √4 into 3. √12നെ എങ്ങനെ മാറ്റി എഴുതുന്നു? √4 into 3. ഈ √4 into 3 നമുക്ക് എങ്ങനെ മാറ്റാം? √4 into √3 അല്ലേ? √4 എത്രയാ? 2 into √3. അപ്പൊ y യുടെ ലെങ്ത് എന്ത് കിട്ടി? 2√3. y എന്തെന്ന് കിട്ടി? 2√3. അപ്പൊ x നമുക്ക് 2 എന്ന് കിട്ടി, y എന്നുള്ളത് എന്തെന്ന് കിട്ടി? 2√3 എന്ന് കിട്ടി. ഓക്കെ ആണേ? അപ്പൊ നമുക്ക് ഈ രണ്ട് ലെങ്ത് കിട്ടി അല്ലേ? ഏതൊക്കെ കിട്ടിയത്? x 2 എന്ന് കിട്ടി, y എന്തെന്ന് കിട്ടി? 2√3 എന്ന് കിട്ടി. അങ്ങനെ b യുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? b യുടെ കോർഡിനേറ്റ് x കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് എന്താ? 2√3. x കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 2√3. ഓക്കെ, അപ്പോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത്? ഓയും എയും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് ജസ്റ്റ് താഴോട്ട് ഈ പടം വെച്ചതിന്റെ താഴോട്ട് എന്ത് എഴുതാം? കോർഡിനേറ്റ് ഓഫ് O 0 0, കോർഡിനേറ്റ് ഓഫ് A 4 0. ഇനി കോർഡിനേറ്റ് ഓഫ് B ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് താഴോട്ട് എന്ത് എഴുതാം? B യിൽ നിന്ന് എന്ത് വരയ്ക്കുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം B to OA. മീറ്റ് അറ്റ് C. ഓക്കെ, ബി യിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ OA-ലോട്ട് വരയ്ക്കുന്നു. എവിടെ മീറ്റ് ചെയ്യുന്നു? C എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അത് ഏത് കോർഡിനേറ്റ്? y കോർഡിനേറ്റ്. ഓക്കെ, അത് ഏത് കോർഡിനേറ്റ് ആണ്? y കോർഡിനേറ്റ് ആണ്. അതുപോലെ നമുക്ക് ബി യിൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കാം? y ആക്സിസിലോട്ട് വരയ്ക്കാം. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം B to y ആക്സിസ്. ആ ഡിസ്റ്റൻസ് എന്താണ്? x കോർഡിനേറ്റ്. മലയാളം മീഡിയം എങ്ങനെ എഴുതാം? ബി യിൽ നിന്ന് OA-യിലേക്ക് ഒരു ലംബരേഖ വരയ്ക്കുക. C യിൽ കൂട്ടിമുട്ടുന്നു, അത് y സൂചക സംഖ്യയും. ബി യിൽ നിന്ന് y ആക്സിസിലോട്ട് ഒരു ലംബരേഖ വരയ്ക്കുക, അത് x സൂചക സംഖ്യയുമാണ്. അടുത്ത സെന്റൻസ് ആയിട്ട് എന്ത് എഴുതുക? C is the midpoint of OA. C OA-യുടെ മധ്യബിന്ദുവാണ്. എന്നിട്ട് എന്ത് എഴുതാം? OC equal to OA by 2 equal to 4 by 2 equal to 2. ഈ വിധം അതുപോലെ ഉണ്ട്. എന്റെ താഴെ എന്ത് എഴുതാം? Therefore x equal to 2. Therefore x coordinate equal to 2. ഇനി അടുത്ത ഏത് വേണം? y coordinate. Consider the triangle OCB. ത്രികോണം OCB എടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങൾ എഴുതുക. അപ്പൊ നമുക്ക് അവിടെ നിന്ന് y യുടെ വാല്യൂ എന്ത് കിട്ടി? 2√3. അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്ത് എഴുതുക? കോർഡിനേറ്റ് ഓഫ് B equal to 2√3.
ഓക്കെ, കണ്ടുപിടിക്കുന്ന മെത്തേഡ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എഴുതി വച്ചിരിക്കണം. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 136 പേജ് നമ്പർ 136 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ഇടുക. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോളാ. ബുക്കിലോട്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നതെന്ന് വായിച്ചു നോക്കാം. പേജ് നമ്പർ 136 ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ, ചിത്രത്തിൽ, the center O of the circle is the origin. അതിന്റെ അകത്ത് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ, ആധാര ബിന്ദുവാണ്. A, B are point on the circle. A യും B യും സർക്കിളിലുള്ള പോയിന്റ് ആണ്. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ് ഓഫ് A and B. A യുടെയും B യുടെയും എന്ത് കണ്ടുപിടിക്കുക, കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, ആ ഫിഗർ അതുപോലെ ഒന്ന് വരയ്ക്കുക. അപ്പൊ ആദ്യം എന്ത് വരയ്ക്കാം, എക്സ് ആക്സിസ് വരയ്ക്കാം. ദെൻ എന്ത് വരയ്ക്കുക, വൈ ആക്സിസ് വരയ്ക്കുക. എക്സ് ആക്സിസും വരയ്ക്കുക, വൈ ആക്സിസും വരയ്ക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് സർക്കിൾ തന്നിട്ടുണ്ട്. എങ്ങനെയാ സർക്കിൾ വരയ്ക്കുന്നത്, ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ സർക്കിളിലെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ദാ ഇവിടെ ഒരു പോയിന്റ് എ, ഇവിടെ ഒരു പോയിന്റ് ബി. OA എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നു, 2. അതുപോലെ OB വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 90. ഈ ആംഗിൾ 90 ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എത്ര ഡിഗ്രി, 30 ഡിഗ്രി. ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ കേസില് 30 ഡിഗ്രി ഉള്ള ഈ ഒരു കേസ് എയും ബിയും കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് ഏത് കണ്ടുപിടിക്കണം, എയുടെയും ബിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. സംഭവം വളരെ എളുപ്പമാണ്. ആദ്യം നമുക്ക് എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഓയുടെ എക്സ് കോർഡിനേറ്റ് വേണം. എങ്ങോട്ട് വരയ്ക്കണം, വൈയിലോട്ട് വരയ്ക്കണം. അപ്പോ ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് വേണം. എങ്ങോട്ട് എടുക്കണം, എക്സിലോട്ട് എടുക്കണം. ഇതാണ് വൈ കോർഡിനേറ്റ്. ഇത് എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ശരിയല്ലേ? ഈ പോയിന്റ് ഉണ്ടോ, ഈ പോയിന്റ് തൽക്കാലം ഞാൻ എം എന്ന പേര് കൊടുക്കുന്നു. വെറുതെ കൊടുത്തതേ ഉള്ളൂ, എം എന്ന പേര് കൊടുത്തു. പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി. ഇത് 30, ഇത് 90. അപ്പൊ ഇത് എത്രയായിരിക്കും പറഞ്ഞേ, ഇത് 30, ഇത് 90. അപ്പൊ ഇത് എത്രയായിരിക്കും, 60. ഓക്കെ, അപ്പൊ എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും വരച്ചു. എന്നിട്ട് എം മാർക്ക് ചെയ്തു. ആ ആംഗിൾ 90 ഡിഗ്രി ആണെന്നറിയാം. അത് വെച്ചിട്ട് തേർഡ് ആംഗിൾ എത്രയെന്ന് എടുത്തു, 60 എന്ന് എടുത്തു. ഇനി 9th സ്റ്റാൻഡേർഡിലും അതുപോലെ ട്രിഗണോമെട്രിയിലും നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്, 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച കേസാണ്. ആംഗിൾ 30, 60, 90 ആണെങ്കിൽ, ആംഗിൾ 30, 60, 90 ആണെങ്കിൽ സൈഡ്സ് എങ്ങനെയായിരിക്കും, 1:√3:2. ഫോർത്ത് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സിൽ പഠിച്ചതാണ്. ആംഗിൾ 30, 60, 90 ആണെങ്കിൽ സൈഡ്സ് എങ്ങനെയായിരിക്കണം, 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ട്രയാംഗിൾ നോക്കി, OAM എന്ന് പറയുന്ന ട്രയാംഗിൾ നോക്കി. 30ക്ക് ഓപ്പോസിറ്റ് എന്താ, y. അപ്പൊ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് y ആണ് വന്നിരിക്കുന്നത്. 60ക്ക് ഓപ്പോസിറ്റ് എന്താ വന്നിരിക്കുന്നത്, x. സോറി, 60ക്ക് ഓപ്പോസിറ്റ് 30ക്ക് ഓപ്പോസിറ്റ് y, 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്, x. ഇനി 90ക്ക് ഓപ്പോസിറ്റ് എന്താ നോക്കി, 2 അല്ലേ. ഫിഗർ നോക്കിയാൽ മതി. 30ക്ക് ഓപ്പോസിറ്റ് y, 60ക്ക് ഓപ്പോസിറ്റ് x, 90ക്ക് ഓപ്പോസിറ്റ് എന്താ, 2. അപ്പൊ നമുക്കറിയാം ആംഗിൾ 30, 60, 90 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആയാൽ 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2 ആയിരിക്കും. ഇതേ കൺസെപ്റ്റ് ഈ ട്രയാംഗിൾ നോക്കുമ്പോ 30ക്ക് ഓപ്പോസിറ്റ് y ആണ്, 60ക്ക് ഓപ്പോസിറ്റ് x ആണ്, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ലേ? നോക്കി, 2 2 രണ്ടും ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം y = 1, x = √3. y = 1, x = √3.
അപ്പോ വൈയുടെ വാല്യൂ 1 ആണ്, എക്സിന്റെ വാല്യൂ എന്താണ്? √3 ആണ്. അങ്ങനെ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞേ ആ എക്സ് കോർഡിനേറ്റ് എഴുതണം. എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എത്രയാ? √3. y അടുത്ത ഏത് എഴുതണം? y കോർഡിനേറ്റ്, y യുടെ വാല്യൂ എത്രയാ? 1. അപ്പൊ എയുടെ കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി? √3 1 എന്ന് കിട്ടി. എയുടെ കോർഡിനേറ്റ് എന്താണ്? √3 1. അപ്പൊ +1 സോറി കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ബിയുടെ കോർഡിനേറ്റ് നോക്കാം. ബിയുടെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇതുപോലെ ആലോചിക്കുക. ബിയുടെ ഏത് കോർഡിനേറ്റ് വേണം എനിക്ക്? എക്സ് കോർഡിനേറ്റ് വേണം. എങ്ങോട്ട് വരയ്ക്കുക? വൈയിലോട്ട് വരയ്ക്കുക. വൈ കോർഡിനേറ്റ് വേണം. എങ്ങോട്ട് വരയ്ക്കുക? എക്സിലോട്ട് വരയ്ക്കുക. ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തു. എന്തെന്നെടുത്തു? n. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 90. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. ഈ ആംഗിൾ എത്ര വരും എന്ന് പറഞ്ഞു? ഈ ആംഗിൾ എത്രയായിരിക്കും? എടാ ഇത് 30, ഇത് 90. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തെടുത്താൽ എത്രയായി? ഇത് 30, ഇത് 90, രണ്ടും കൂടെ ചേർത്തെടുത്താൽ 120. ഇതപ്പോ എത്ര വരണം? 60 വരണം. എങ്കിലല്ലേ മൊത്തത്തിൽ 180 വരത്തുള്ളൂ. നോക്കിയേ, എക്സ് ആക്സിസ് മൊത്തത്തിൽ എടുക്കുമ്പോ 180 വരണ്ടേ? ഇത് മൊത്തത്തിലുള്ള ആംഗിൾ എത്ര വരണം? ഇത് ഫുള്ള് 180 വരണം. ഇത് മൊത്തത്തിൽ 180 വരണമെങ്കിൽ ഇത് 30ഉം ഇത് 90ഉം ആണെങ്കിൽ ഇത് എത്ര ആയാലേ പറ്റൂ? 60. ഈ ആംഗിൾ എത്രയാവണം? 60. അപ്പൊ 60, 90, 150, 30 കൂടെ ആകുമ്പോ 180. ഇത് 90, ഇത് 60. അപ്പൊ ഇത് എത്രയാ? 30 അല്ലെ? ഇത് 90, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30. അപ്പൊ വീണ്ടും നമുക്കൊരു ട്രയാംഗിൾ കിട്ടി അല്ലെ? ആ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താ? ആംഗിൾ 30, 60, 90. ഓക്കെ, ഇത് വൈയിലോട്ടല്ലേ വരച്ചേക്കുന്നേ? എക്സ് കോർഡിനേറ്റ്. ഇത് എക്സിലോട്ടല്ലേ വരച്ചിരിക്കുന്നത്? വൈ കോർഡിനേറ്റ്. ഇത് എക്സ് ആകുമ്പോ ഈ ലെങ്ത് എന്തായിരിക്കും? എക്സ്. ഇതൊരു സർക്കിൾ അല്ലേ? സർക്കിളിന്റെ ഡയമീറ്റർ സോറി റേഡിയസ് 2 എന്ന് തന്നിട്ടുണ്ട്. ഇത് 2 എന്ന് തന്നിട്ടില്ലേ? അപ്പോ ഇതും എത്രയായിരിക്കും? 2 അല്ലേ? OA റേഡിയസ് അല്ലേ? അത് 2 എന്ന് തന്നിട്ടുണ്ട്. OBയും റേഡിയസ് ആണ്. അപ്പൊ അത് എത്രയായിരിക്കും? 2. ഇനി നമ്മൾ 30, 60, 90യുടെ കേസ് പഠിച്ചിട്ടുണ്ട്. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2. ഫിഗർ നോക്കി പറഞ്ഞേ. 30ക്ക് ഓപ്പോസിറ്റ് എന്താ? x അല്ലേ? 60ക്ക് ഓപ്പോസിറ്റ് എന്താ? y. 90ക്ക് ഓപ്പോസിറ്റ് എന്താ? 2. വീണ്ടും ഈക്വൽ ആയിട്ട് വന്നു. ഈ രണ്ട് വാല്യൂ ഈക്വൽ ആയിട്ട് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? പറ. x എന്ന് പറയുന്നത് 1 ആയിരിക്കും. y എന്ന് പറയുന്നത് എന്തായിരിക്കും? √3. x എന്ന് പറയുന്ന 1, y എന്താണ്? √3. അങ്ങനെയാണെങ്കിൽ b യുടെ കോർഡിനേറ്റ് എഴുതിക്കൂടെ? b യുടെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ല a ഉള്ളത് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ a കിടക്കുന്നത്? അപ്പൊ നമുക്ക് സൈൻ നോക്കേണ്ട കാര്യം രണ്ടും പോസിറ്റീവ് ആണ്. പക്ഷെ b കിടക്കുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ശരിയല്ലേ? ബി വന്നേക്കുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോ എന്താ പ്രത്യേകത? എക്സ് നെഗറ്റീവ് ആവണം. സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോ എക്സ് എന്തായിരിക്കണം? നെഗറ്റീവ് ആകണം. നെഗറ്റീവ് ആകണം. എക്സിന്റെ വാല്യൂ എന്താ? 1. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? -1. എന്തുകൊണ്ടാ -1 എഴുതിയത്? ബി എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇനി y എന്താണ്? √3. സെക്കൻഡ് ക്വാഡ്രന്റിൽ y പോസിറ്റീവ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് പല കുട്ടികളും തെറ്റിക്കും. 1 √3 എന്ന് എഴുതിയിട്ട് വരും. പക്ഷെ ഏത് നോക്കിയിരിക്കണം? ക്വാഡ്രന്റ് നോക്കണം. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നമ്മൾ പഠിച്ച തിയറി പോർഷൻസ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഇനി ഇതില് ഒരു പ്രോബ്ലം ബാലൻസ് ഉണ്ട്. പിന്നെ അടുത്ത 2 ഹെഡിങ് കൂടെ ഉണ്ട്, റെക്ടാംഗിളും ഡിസ്റ്റൻസ് ഫോർമുലയും. ഈ 2 കാര്യങ്ങളോട് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ചെറിയ ചാപ്റ്റർ ആണ്, പെട്ടെന്ന് തീരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലവും റെക്ടാംഗിൾ എന്ന് പറയുന്ന ഹെഡിങ്ങും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോ ഇത്രയും വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.